ഹലോ വെൽക്കം ടു ജസാ വിത്ത് അമ്മാസ് ചാനൽ. അപ്പം നമുക്കിന്ന് മട്ടൻ ദം ബിരിയാണി ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മട്ടനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 8 വിസിലടിച്ചപ്പോഴാണ് കേട്ടോ ഈ മട്ടൻ വെന്ത് കിട്ടിയത്. അപ്പോൾ അതവിടെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നെയ്യ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഓയിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് പിന്നെ ഞാൻ ആദ്യം തന്നെ സവാളയും പിന്നെ കാഷ്യും മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതാ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വറുത്ത് കോരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് ഞാനിവിടെ 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ചധികം പച്ചമസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല വാടി കിട്ടണ വരെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു വലിയ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒരു മസാലയും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നല്ല കറുത്ത കളറിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിന് ശേഷം നന്നായിട്ട് ഇത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് തൈരാണ് കേട്ടോ. നല്ല തൈര് ഒരു വലിയ സ്പൂണ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ആ ഒരു മട്ടൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് വെള്ളം അടക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മട്ടൻ വെന്ത വെള്ളമില്ലേ അതടക്കം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു ടൈമിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് റൈസിന് മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി അതിലേക്ക് ഉപ്പ്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, വേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ജീരകശാല റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒരു ഹാഫ് വേവായാൽ മതി. കാരണം ദമ്മിടുമ്പോൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു മസാല മട്ടൻ്റെ മസാലയില്ലേ അതിലേക്ക് ഇത് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും പിന്നെ നമ്മൾ മാറ്റി വെച്ച ഗ്രേവിയും അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹാഫായിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനത് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുക. നെയ്യ്, കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് ഒരു 15 മിനിറ്റോളം ദം ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു തീയിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ റൈസ് സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോയൽ മട്ടൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ചാനലോട് കൂടെ കൂടണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുകയും ചെയ്യണം കേട്ടോ.